എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ജി കെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2018 മുതൽ 2024 വരെ PSC ചോദിച്ച ബുക്കുകളും എഴുത്തുകാരും എന്ന ഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, രണ്ടാം ഭാഗം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം 1. ബാല്യകാല സഖി, പൂവമ്പഴം, ശബ്ദങ്ങൾ, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട് ഈ കൃതികൾ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 2018 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ് ഈ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ കൃതികളെല്ലാം കൂടെ ചേർത്ത് ഒരിക്കലും മറന്നു പോകാത്ത ഒരു കോഡ് നമുക്കുണ്ടാക്കാം. ഇതാണ് കോഡ്. ബഷീർ ബാല്യകാല സഖിക്ക് പ്രേമലേഖനവും പൂവമ്പഴവും നൽകി. കണ്ടുനിന്ന പാത്തുമ്മയുടെ ആടും ഭൂമിയുടെ അവകാശികളും ശബ്ദമുണ്ടാക്കി. ബഷീർ ജയിലിൻ്റെ മതിലിനുള്ളിലായി. ജയിലിൽ അദ്ദേഹം ഓർമ്മക്കുറിപ്പ് എഴുതി. ഇത്തരം ബുക്കുകൾ എല്ലാം കൂടെ ഓർത്തിരിക്കാനുള്ള കോഡാണിത്. ബഷീർ ബാല്യകാല സഖിക്ക് പ്രേമലേഖനവും പൂവമ്പഴവും നൽകി. ബാല്യകാല സഖി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഷീർ ബാല്യകാല സഖിക്ക് പ്രേമലേഖനവും പൂവമ്പഴവും നൽകി. കണ്ടുനിന്ന പാത്തുമ്മയുടെ ആടും ഭൂമിയുടെ അവകാശികളും. ഭൂമിയുടെ അവകാശികളുണ്ടല്ലോ, നിരവധിയായിട്ടുള്ള ജീവികൾ, നമ്മുടെ ഏറുമടക്കമുള്ള എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ്. കണ്ടുനിന്ന ഭൂമിയുടെ അവകാശികളും പാത്തുമ്മയുടെ ആടും ശബ്ദമുണ്ടാക്കി. ഈ ക്രിമിനൽ കുറ്റത്തിന് നമ്മുടെ ബഷീറിനെ എന്ത് ചെയ്തു? ജയിലിൻ്റെ മതിലിനുള്ളിലാക്കി. ജയിലിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഓർമ്മക്കുറിപ്പ് എഴുതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ബഷീർ പ്രേമലേഖനവും പൂവമ്പഴവും ആർക്ക് നൽകി? ബാല്യകാല സഖിക്ക് നൽകി. ബാല്യകാല സഖിക്ക് ബഷീർ പ്രേമലേഖനവും പൂവമ്പഴവും നൽകി. പ്രേമലേഖനം, പൂവമ്പഴം, ബാല്യകാല സഖി. കണ്ടുനിന്ന പാത്തുമ്മയുടെ ആട്. പിന്നെ ആരാണ്? ഭൂമിയുടെ അവകാശികൾ. ശബ്ദമുണ്ടാക്കി. ശബ്ദങ്ങൾ. ബഷീറായി ജയിലിനുള്ളിലായി, ജയിലിൻ്റെ മതിലിനുള്ളിലായി. മതിലുകൾ. അവിടെ അദ്ദേഹം ഓർമ്മക്കുറിപ്പ് എഴുതി. സിമ്പിളായിട്ട് പഠിച്ചേക്കാം, മറന്നു പോകത്തില്ല. കാലം, അസുരവിത്ത്, മഞ്ഞ്, നാലുകെട്ട്, രണ്ടാം മൂഴം ഇവ ആരുടെ കൃതികളാണ്? MT വാസുദേവൻ നായർ. ഈ നമ്മൾ പറഞ്ഞു വരുന്ന 2018-24 കാലഘട്ടത്തിൽ MT വാസുദേവൻ നായരെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ബുക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്കിത് മറക്കാത്ത രീതിയിൽ ഓർത്തിരിക്കാനുള്ള കോഡ് നോക്കാം. ഭീമനായപ്പോൾ കാലം നമിച്ചു, നാലുകെട്ടിൽ പിറന്ന് മഞ്ഞുള്ള രാത്രിയിൽ അസുരവിത്തായ MT. ഭീമനായപ്പോൾ കാലം നമിച്ചു. ഭീമൻ. രണ്ടാം മൂഴം എന്ന ബുക്കല്ല നമ്മൾ എഴുതിയിരിക്കുന്ന, പകരം കോടി വന്നിരിക്കുന്ന ആരാണ്? ഭീമനാണ്. രണ്ടാം മൂഴം എന്ന ബുക്കിൽ എന്താണ് സംഭവിക്കുന്നത്? മഹാഭാരത കഥാപാത്രമായ ഭീമനെ MT സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. അഥവാ MT എന്ന് പറയുന്ന ആൾ എന്തായി മാറി? ഭീമനായി മാറി. വ്യാസൻ്റെ ഭീമനെ MT സ്വാംശീകരിച്ചു. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള മഹത്തായ സൃഷ്ടികളിൽ ഒന്നാണ് രണ്ടാം മൂഴം. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വായിക്കണം. അതൊരു വിലപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ രണ്ടാം മൂഴത്തിന് പകരം നമ്മൾ ഭീമൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭീമനായപ്പോൾ കാലം നമിച്ചു. രണ്ടാം മൂഴം, ദെൻ കാലം. നാലുകെട്ടിൽ പിറന്ന്. MT വാസുദേവൻ നായർ ജനിച്ചത് നാലുകെട്ടിലാണെന്ന് നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ അറിയണം. നാലുകെട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. നാലുകെട്ടിൽ പിറന്ന്. അപ്പോൾ നാലുകെട്ട്. മഞ്ഞുള്ള രാത്രിയിൽ മഞ്ഞ്. അസുരവിത്തായി മാറിയ MT ആര് നമിച്ചു? കാലം നമിച്ചു. സാരഞ്ജിനി പരിണയം എഴുതിയതാരെ? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹം എഴുതിയ ബുക്കാണ് സാരഞ്ജിനി പരിണയം. ഓർത്തിരിക്കാൻ ഒരു ചിന്ന കോഡ് പറയാം. സാരഞ്ജിനി പരിണയം AG ഓഡിറ്റോറിയത്തിൽ. സാരഞ്ജിനി പരിണയം എവിടെ നടക്കുന്നു? AG ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. AG ഫോർ അയ്യത്താൻ ഗോപാലൻ. ഓക്കെ. ഋതുമതി രചിച്ചതാര്? MB ഭട്ടതിരിപ്പാട്. ഋതുമതി രചിച്ചതാര്? MB ഭട്ടതിരിപ്പാട്. ഋതുമതി ഒരു നാടകമാണ്. ആ നാടകം എഴുതിയതാരാണ്? MB ഭട്ടതിരിപ്പാടാണ്. MB ഭട്ടതിരിപ്പാടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പേര് പറയാം, പ്രേംജി. പിറവി എന്ന് പറയുന്ന സിനിമയ്ക്ക്
നാഷണൽ അവാർഡ് നേടിയ അതുല്യ നടനാണ് പ്രേംജി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് MP ഭട്ടതിരിപ്പാട്. അദ്ദേഹം എഴുതിയ നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ, കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു നാടകത്തിൻ്റെ പേരാണ് ഋതുമതി. നമുക്കിതിൻ്റെ കോഡ് നോക്കാം. ഋതുമതിക്ക് പ്രേമം ജിയോട്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഋതുമതിക്ക് പ്രേമം ജിയോട്. പ്രേമം ജിയോട് എന്ന് പറഞ്ഞാൽ പ്രേംജി. ഋതുമതി എഴുതിയത് പ്രേംജി. ഹൃദയരാഗം ആരുടെ ആത്മകഥയാണ്? ജോർജ് ഓണക്കൂർ. ഹൃദയരാഗം എന്ന് കേൾക്കുമ്പോൾ രാഗവുമായി ബന്ധപ്പെട്ട, ഗാനവുമായി ബന്ധപ്പെട്ട, സംഗീതവുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആത്മകഥയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതൊരു എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്. ഹൃദയരാഗം ജോർജ് ഓണക്കൂറിൻ്റെ കൃതിയാണ്. ഞാൻ കുഞ്ഞിപ്പാട്ട് പാടാം. ഹൃദയരാഗമോണക്കൂറിനാത്മകഥയാണ്, ആത്മകഥയാണ്. ഹൃദയരാഗം ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ്. അടുത്ത്, ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഏഴാച്ചേരി രാമചന്ദ്രന് 2020 വയലാർ അവാർഡ് ലഭിച്ചു. ആ കൃതിയുടെ പേരാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. നമുക്കത് പഠിക്കാനൊരു കുഞ്ഞിക്കോട് തരാം. ഏഴാച്ചേരിയിൽ വെർജീനിയൻ വെയിൽ 20. ഇതാണ് നമ്മുടെ കോഡ്. ഏഴാച്ചേരിയിൽ വെർജീനിയൻ വെയിൽ 20. 2020 ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് കിട്ടിയത് ഒരു വെർജീനിയൻ വെയിൽക്കാലം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ലീലാതിലകം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ലീലാതിലകം. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ആ ബുക്കിന് വളരെ 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 വലിയ പ്രാധാന്യമുണ്ട്. മലയാളം എന്ന് പറയുന്ന ഭാഷയുടെ മുൻഗാമി ആയി കണക്കാക്കപ്പെടുന്ന ബുക്കാണ് ലീലാതിലകം. അത്ര വലിയ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് 14-ാം നൂറ്റാണ്ടിലാണ്. 14-ാം നൂറ്റാണ്ടിലാണ്. നമ്മളുടെ മലയാള ഭാഷ അച്ചടിച്ച് ബുക്കുകളൊക്കെ ഇറങ്ങുന്നത് എവിടെയാണ്? 18-ാം നൂറ്റാണ്ടെടുക്കുമ്പോഴാണ് നമ്മുടെ ബുക്കുകളൊക്കെ മലയാളത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീലാതിലകം. നമുക്കൊരു അതിമനോഹരമായ കോഡ് പഠിക്കാം. ഇതാണ്: 14-ാം വയസ്സിൽ ലീല തൊട്ട പൊട്ടാണ് മലയാളം. 14-ാം വയസ്സിൽ ലീല തൊട്ട പൊട്ടാണ് മലയാളം. പൊട്ട് എന്ന് പറഞ്ഞാൽ തിലകം. ഓക്കെ അല്ലേ? ലീലാതിലകം എന്താണ്? മലയാളത്തിൻ്റെ പൂർവ്വഗാമിയാണ്. ഓക്കെ. മീശ നോവൽ രചിച്ചതാര്? എസ് ഹരീഷ്. എസ് ഹരീഷിൻ്റെ മീശ നോവൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2020 JCB പുരസ്കാരം, 2022 വയലാർ അവാർഡ് നേടിയ എസ് ഹരീഷിൻ്റെ പ്രശസ്തമായ ബുക്കാണ് മീശ. ആ ബുക്ക് പലവട്ടം ഇതുവരെ PSC ചോദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കരുതുന്നു. ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞുതരാം. മീശ, മീശ എന്ന് പറയുന്നതിന് 2 അക്ഷരമാണുള്ളത്. 2 അക്ഷരം. 2022 അവസാനം വരുന്നത് 2 ആണ്. 2 എന്നാണ് എസ് ഹരീഷിന് വയലാർ അവാർഡ് കിട്ടിയത്. ഏത് വർഷമാണ് ദൈവത്തിൻ്റെ ഉത്തരം? 2022. മീശയ്ക്ക് 2 അക്ഷരം. ദർശനമാല, അദ്വൈത ദീപിക, ആത്മോപദേശ ശതകം എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരു എഴുതിയ പുസ്തകങ്ങളാണ് ദർശനമാല, അദ്വൈത ദീപിക, ആത്മോപദേശ ശതകം. ഇനി ഒരു കുഞ്ഞുകൂടി പറയാം. ദർശനമാല അണിഞ്ഞ് അദ്വൈത ദീപം കൊളുത്തി ആത്മോപദേശ ശതകം ചൊല്ലി ശ്രീ ഗുരു. ദർശനമാല അണിഞ്ഞ് അദ്വൈത ദീപം കൊളുത്തി ആത്മോപദേശ ശതകം ചൊല്ലി ശ്രീ ഗുരു. ഈ കോഡെന്ന് പഠിച്ചാൽ മതി. ആ മൂന്ന് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലിരിക്കും. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമത്തിൻ്റെ ആത്മാവ് രചിച്ചതാര്? മോണ്ടസ്ക്യൂ. അതുപോലെ തന്നെ ലോകപ്രശസ്തമായതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമത്തിൻ്റെ ആത്മാവ് രചിച്ചതാര്? ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫറായിട്ടുള്ള മോണ്ടസ്ക്യൂ ആണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ലോകത്തുള്ള ഏത് നിയമത്തിനും ഒരാത്മാവുണ്ടാവണം. ആ ആത്മാവ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദളിതരെയും
സ്ത്രീകളെയും പാവപ്പെട്ടവനെയും സംരക്ഷിക്കുന്നതായിരിക്കണമെന്ന് 1750 വിളിച്ചു പറഞ്ഞ ഗ്രന്ഥത്തിൻ്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ലോസ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ഇതാണ് കോഡ്. നിയമത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, മുട്ടയില്ലേ? നിയമത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, മുട്ടയില്ലേ? നിയമത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, മുട്ടയില്ലേ? മുട്ട മീൻസ് മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂ പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദളിതരെയും സ്ത്രീകളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന പ്രൊവിഷൻസ് ഇല്ലേ എന്ന് ആര് ചോദിച്ചു? നിയമത്തിൻ്റെ ആത്മാവ് ചോദിച്ചു. ഇതാണ് കോഡ്. നിയമത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, മുട്ടയില്ലേ? മോണ്ടസ്ക്യൂ എന്ന പേരിൻ്റെ ഈ ആദ്യത്തെ ഭാഗം, മോണ്ട എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഞാൻ ഈ എൻ അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൊട്ടെ എന്ന് കിട്ടി. മൊട്ടെ, മോണ്ടസ്ക്യൂവിൻ്റെ ഷോർട്ട് ഫോം മൊട്ടെ എന്ന് കിട്ടി. അതാണ് നമ്മുടെ നിയമനിൽമാവ് ചോദിച്ചത്, മുട്ടയില്ലേ? അദ്ദേഹം പറഞ്ഞ കൺസെപ്റ്റുകൾ ഈ നിയമത്തിൽ. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ ബുക്ക് ഏത്? ഹിന്ദ് സ്വരാജ്. എഴുതപ്പെട്ട വർഷം 1909. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ബുക്കാണ്. ഏതാണ്? മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ ബുക്ക്. ആ ബുക്കിൻ്റെ പേരെന്താണ്? ഹിന്ദ് സ്വരാജ്. ഇന്ത്യയുടെ സ്വയംഭരണം 1909 സ്വപ്നം കണ്ട മഹാനാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി. അപ്പോൾ നമുക്കൊരു കുഞ്ഞു കോഡ് പഠിക്കാം. ഗാന്ധിയുടെ സ്വയംഭരണം 09. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഗാന്ധിയുടെ സ്വയംഭരണം 09 ഇത് പഠിച്ചു വെക്കണം. ഗാന്ധിയുടെ സ്വയംഭരണം 09. സ്വയംഭരണം എന്ന് പറഞ്ഞാൽ സ്വരാജ്. ഹിന്ദ് സ്വരാജ് എഴുതപ്പെട്ട വർഷം ചോദിച്ചിട്ടുണ്ട്. 1909 ഹിന്ദ് സ്വരാജ് എഴുതപ്പെട്ടത്. അതാണ് ഗാന്ധിജി എഴുതിയ ആദ്യത്തെ ബുക്ക്. സ്ത്രീ വിദ്യാഭൂഷണി എഴുതിയതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീവിദ്യയ്ക്കും ബ്രഹ്മാനന്ദം. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മം അറിയുന്ന ആനന്ദമാണ് ബ്രഹ്മാനന്ദം. അദ്വൈത ഫിലോസഫിയിലൂടെ ബ്രഹ്മത്തെ അറിയുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? ബ്രഹ്മാനന്ദം എന്ന് പറയുക. ആ ബ്രഹ്മാനന്ദം അത് പുരുഷന്മാർ മാത്രം അനുഭവിച്ചിരുന്നത്, സ്ത്രീകൾക്കും അറിയാൻ അവസരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ബ്രഹ്മാനന്ദം പകർന്നു നൽകുകയും ചെയ്തു. അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാനുള്ള കോഡ് ഇതാണ്: ശ്രീവിദ്യയ്ക്കും ബ്രഹ്മാനന്ദം. ശ്രീവിദ്യയ്ക്കും ബ്രഹ്മാനന്ദം എന്ന് പഠിച്ചാൽ മതി, മറക്കത്തില്ല. സ്ത്രീ വിദ്യാഭൂഷണി എഴുതിയതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീ വിദ്യാഭൂഷണി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. പാപത്തറ എഴുതിയതാര്? സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ സ്ത്രീ വിമോചന കഥകളുടെ ഒരു പുസ്തകമാണ് പാപത്തറ. അത് ഓർത്തിരിക്കാൻ ചെറിയ കോഡ് പറയാം. പാപത്തറയിൽ സാറ. പാപത്തറയിൽ സാറ എന്ന് മെമ്മറിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുക. പാപത്തറയിൽ സാറ. പാപത്തറയാണ് എഴുതിയത് സാറാ ജോസഫ്. വ്യാഴവട്ട സ്മരണകൾ രചിച്ചതാര്? ബി കല്യാണിയമ്മ. ബി കല്യാണിയമ്മയുടെ പുസ്തകമാണ് വ്യാഴവട്ട സ്മരണകൾ. ബി കല്യാണിയമ്മ ആരാണ്? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായിരുന്നു ബി കല്യാണിയമ്മ. അവരെഴുതിയ ബുക്കിൻ്റെ പേരാണ് വ്യാഴവട്ട സ്മരണകൾ. വ്യാഴം സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയമാണ് 12 വർഷം. ആ 12 വർഷ സ്മരണകളെയാണ് എന്ത് നമ്മൾ വിളിക്കുക? വ്യാഴവട്ട സ്മരണകളെന്ന് വിളിക്കുക. കോഡ് സിമ്പിളാണ്: വ്യാഴത്തിലിറങ്ങി കല്യാണിയമ്മ. വ്യാഴത്തിലിറങ്ങി കല്യാണിയമ്മ. വ്യാഴത്തിലിറങ്ങി കല്യാണിയമ്മ എന്നാണ് കോഡ്. പഠിച്ചു വെച്ചു, മറന്നു പോകത്തില്ല. വ്യാഴത്തിലിറങ്ങി കല്യാണിയമ്മ. വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിയമ്മ. സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു ഇവ ആരുടെ കൃതിയാണ്? ഉറൂബ്. പി സി കുട്ടിക്കൃഷ്ണൻ. പി സി കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ തൂലിക നാമമാണ് ഉറൂബ്. അദ്ദേഹം എഴുതിയ പ്രശസ്തങ്ങളായ 2 പുസ്തകങ്ങളാണ് സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു. നമ്മളൊരു കോഡ് പറയുന്നു. ഇതാണ്: സുന്ദരികൾ ഉറൂബിനെ ഉമ്മാച്ചുവാക്കി. സുന്ദരികൾ ഉറൂബിനെ ഉമ്മാച്ചുവാക്കി. ഇത് പഠിച്ചു വെക്കുക. സുന്ദരികൾ ഉറൂബിനെ ഉമ്മാച്ചുവാക്കി. അത് പഠിച്ചു വെച്ചാൽ സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചുവും ഉറൂബും നമുക്ക് സ്വന്തം. കൂട്ടുകൃഷി നാടകം എഴുതിയതാര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ കവിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ നാടകമാണ് കൂട്ടുകൃഷി. അതുകൊണ്ട് കൂട്ടുകൃഷി എഴുതിയാരാന്ന് ചോദിച്ചാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ നാടകമാണെന്ന കാര്യം മറക്കണ്ട. കൂകൃശ്ശേരി. ഇതാണ് നമ്മുടെ കോഡ്. കൂകൃശ്ശേരി.
കൂക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടുകൃഷി, ശരി എന്ന് പറഞ്ഞാൽ ഇടശ്ശേരി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാടകമാണ് കൂട്ടുകൃഷി. കൂക്ക് കൂട്ടുകൃഷി, ശരി ഇടശ്ശേരി, കൂക്ക് ശരി, കൂക്ക് ശരി. ഓക്കെ. നെല്ല്, കൂമൻകൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ എഴുതിയതാര്? പി വത്സല. 2023 അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി, നോവലിസ്റ്റാണ് പി വത്സല. ചോദിക്കാൻ വളരെ സാധ്യതയുള്ള പുസ്തകങ്ങളാണ്. അവരുടെ പ്രധാനപ്പെട്ട 3 ബുക്കുകളാണ് എഴുതിയിരിക്കുന്നത്. നെല്ല്, കൂമൻകൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ. വത്സല കൂമൻകൊല്ലിയിലെ നിഴലുറങ്ങുന്ന വഴികളിൽ നെല്ല് വിതച്ചു. കോഡിതാണ്: വത്സല കൂമൻകൊല്ലിയിലെ നിഴൽ ഉറങ്ങുന്ന വഴികളിൽ നെല്ല് വിതച്ചു. പഠിച്ചു വെച്ചോണം, മറക്കരുത്. ഇന്ത്യ 1888 എഴുതിയതാര്? ജോൺ സ്ട്രാച്ചി. 1888. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ സ്ട്രാച്ചി. അദ്ദേഹം എഴുതിയ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ് ഇന്ത്യ 1888. ഒരു കുഞ്ഞു കോഡ് പറയാം: ജോൺസ് ഇന്ത്യ 1888. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുക. ജോൺസ് ഇന്ത്യ, ജോൺ എഴുതിയ ഇന്ത്യ, ജോൺസ് ഇന്ത്യ 1888. മനുഷ്യന് ഒരാമുഖം, സമുദ്രശില രചിച്ചതാര്? സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്തും നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ 2 നോവലുകളാണ് മനുഷ്യന് ഒരാമുഖം, സമുദ്രശില. നമ്മുടെ കോഡ് ഇതാണ്: സുജയുടെ ആമുഖം സമുദ്രശിലയിൽ. സുജയുടെ ആമുഖം സമുദ്രശിലയിൽ. സൂച സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ്റെ ആമുഖം. ആമുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ആമുഖം. എവിടെ? സമുദ്രശിലയിൽ. സമുദ്രശിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു, മനുഷ്യനൊരു ആമുഖം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കോഡ്. അടുത്തത്, നിലാവിൻ്റെ നാട്ടിൽ എഴുതിയതാര്? അഷിത. പ്രശസ്തയായ ഒരു കവയിത്രിയും കഥാകൃത്തുമായിരുന്നു അഷിത. അവരുടെ പ്രശസ്തമായൊരു കഥയാണ് നിലാവിൻ്റെ നാട്ടിൽ. സുന്ദരമായൊരു കോഡ് പറയാം: നിലാവിൽ കുളിച്ചു അഷിത. നിലാവിൽ കുളിച്ചു അഷിത. നിലാവിൽ കുളിച്ചു അഷിത എന്ന് ഓർത്ത് വെക്കുക. നിലാവിൽ കുളിച്ചു അഷിത എന്ന് ഓർത്ത് വെക്കുക. നിലാവിൻ്റെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയത് അഷിത. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഈ ആത്മകഥകൾ പഠിക്കുമ്പോൾ അതിൻ്റെ പേര്, അതിൻ്റെ കോഡ് കൃത്യമായി പഠിച്ചു വെച്ചോണം. കാരണം പല ആത്മകഥകളും ഒരുപോലെയും പരീക്ഷയ്ക്ക് തെറ്റിപ്പോവും. ഇവിടെ നമ്മൾ ഭാരതകേസരി എന്നും കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവി എന്നും വിളിക്കപ്പെട്ടിരുന്ന, ഭാരത കേസരി എന്നും കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവി എന്നും വിളിക്കപ്പെട്ടിരുന്ന മന്നത്ത് പത്മനാഭപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭ പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. നമ്മൾ ഓർത്തിരിക്കാൻ പറയുന്ന കോഡ് ഇതാണ്: മന്നത്ത് സ്മരണകൾ. മന്നത്ത് സ്മരണകൾ. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. മന്നത്ത് സ്മരണകൾ എന്ന് പഠിച്ചു വെക്കുക. മന്നത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭ പിള്ള. ഓക്കെ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആരുടെ കൃതിയാണ്? AK ഗോപാലൻ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നൊരു കൃതി ആരെഴുതിയിട്ടുണ്ട്? AK ഗോപാലൻ എഴുതിയിട്ടുണ്ട്. പാവങ്ങളുടെ പടത്തറവെന്ന് വിളിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന AK ഗോപാലൻ അഥവാ AKGയുടെ കൃതിയാണ് എന്ത്? കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. അപ്പോൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, പാവങ്ങളുടെ പടത്തലവൻ. അതാണ് നമ്മുടെ കോഡ്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, പാവങ്ങളുടെ പടത്തലവൻ. ഇതാണ് കോഡ്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി, പാവങ്ങളുടെ പടത്തലവൻ എഴുതിയ പുസ്തകമാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച വിപ്ലവകാരിയായിരുന്നു AK ഗോപാലൻ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ നളചരിതം, ഉണ്ണായി വാര്യർ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം. നിങ്ങൾക്കറിയാമായിരിക്കും, നളചരിതം ശാകുന്തളത്തിന് തുല്യമായ ഒരു ആട്ടക്കഥയാണ്. ശാകുന്തളം നാടകമാണ് കാളിദാസൻ്റെ. നളകുന്തളം, ഇതാണ് നമ്മുടെ കോഡ്. ഇതൊന്ന് പഠിച്ചോളൂ. നളകുന്തളം. നളകുന്തളം എന്ന് പഠിച്ചു വെച്ചാൽ മതി, സംഗതി 2 കൈ കിടക്കും. നളചരിതമാണ് എന്ത്? ശാകുന്തളത്തിന് പകരമുള്ള നമ്മുടെ മലയാളത്തിലെ കൃതി നളചരിതം. നളകുന്തളം. വിത്തും കൈക്കോട്ടും മകരക്കൊയ്ത്ത് എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ
പ്രശസ്തങ്ങളായ 2 പുസ്തകങ്ങളാണ് വിത്തും കൈക്കോട്ടും മകരക്കൊയ്ത്ത്. ഇത് PSC ചോദിക്കുന്ന ആവർത്തിക്കുന്ന 2 ചോദ്യങ്ങളാണ്. മാമ്പഴം എന്ന് പറയുന്ന കവിതയിലൂടെ മുഴുവൻ മലയാളികളുടെയും കണ്ണുനീര് ഈ മണ്ണിൽ വീഴ്ത്തിയ മഹാനായ എഴുത്തുകാരനാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തങ്ങളായ 2 പുസ്തകങ്ങളാണ് നമ്മൾ ഈ കണ്ട വിത്തും കൈക്കോട്ടും മകരക്കൊയ്ത്ത്. വിത്തും കൈക്കോട്ടുമായി മകരക്കൊയ്ത്തിനിറങ്ങി വൈലോപ്പിള്ളി. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കോഡ്. വിത്തും കൈക്കോട്ടുമായി മകരക്കൊയ്ത്തിനിറങ്ങി വൈലോപ്പിള്ളി. ഓക്കെ. അദ്വൈത ചിന്താപദ്ധതി, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, നിജാനന്ദ വിലാസം, വേദാന്ത സാരം ഇവ എഴുതിയതാണ്. നമ്മുടെ ഈ നവോത്ഥാന നായകന്മാരുടെ പുസ്തകങ്ങൾ PSC ചോദിക്കുമ്പോൾ ഈ മുൻവർഷ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തപ്പുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചോദിക്കുന്നത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഈ പറയുന്ന പുസ്തകങ്ങളെല്ലാം പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചുകൊള്ളുക. അദ്വൈത ചിന്താപദ്ധതി, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, നിജാനന്ദ വിലാസം, വേദാന്ത സാരം ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തങ്ങളായ പുസ്തകങ്ങളാണ്. നമ്മുടെ കോഡ് കേട്ടണം. പ്രാചീന മലയാളത്തിൽ നിന്റെ വിലാസവും ആ പദ്ധതിയുടെ വേദ നിരൂപണ സാരവും എഴുതി ചട്ടമ്പി. പ്രാചീന മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ പ്രാചീന മലയാളം, നിന്റെ വിലാസവും, നിന്റെ വിലാസം എന്ന് പറഞ്ഞാൽ നിജാനന്ദ വിലാസം, ആ പദ്ധതിയുടെ, ആ പദ്ധതി അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റാണ്. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ അദ്വൈത ചിന്താ പദ്ധതി. ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ അഥവാ ഭാരതം അവതരിപ്പിച്ചിരിക്കുന്ന മഹത്തായ സിദ്ധാന്തമാണ് അദ്വൈത ഫിലോസഫി അഥവാ അദ്വൈത സിദ്ധാന്തം. ആ സിദ്ധാന്തം, ആ പദ്ധതി എന്ന് പറഞ്ഞാൽ അദ്വൈത ചിന്താ പദ്ധതി. ആ പദ്ധതിയുടെ വേദ നിരൂപണ സാരം, വേദ നിരൂപണ സാരം, ആ ഭാഗത്ത് 2 പുസ്തകങ്ങളുണ്ട്. വേദാധികാര നിരൂപണവും വേദാന്ത സാരവും. വേദാധികാര നിരൂപണവും വേദാന്ത സാരവും. വേദാന്ത സാരം, വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്ത സാരം. ഇത്രയും പുസ്തകങ്ങളാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും ഈ കൂട് പഠിക്കണം. വാഴക്കുല എഴുതിയതാരി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാമായിരിക്കാം. ചങ്ങമ്പുഴയിൽ വാഴക്കുല നമ്മൾ പഠിക്കാൻ വേണ്ടി ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ചങ്ങമ്പുഴയിൽ വാഴക്കുല. കേശവൻ്റെ വിലാപങ്ങൾ, എം മുകുന്ദൻ. എം മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. എം മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണെന്നും മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണെന്നും എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. കോഡ് ഇതാണ്: മയ്യഴിയിൽ കേശവൻ്റെ വിലാപങ്ങൾ. മയ്യഴിയിൽ കേശവൻ്റെ വിലാപങ്ങൾ. ഒ ചന്തുമേനോൻ്റെ കൃതികൾ, ഇന്ദുലേഖ, ശാരദ. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചു കാണും. ഒ ചന്തുമേനോൻ്റെ കൃതികൾ, ഇന്ദുലേഖ, ശാരദ. ഞാൻ പറയുന്ന കോഡ് ഇതാണ്: ചന്തുമേനോന് 2 പെൺകുട്ടികൾ, ഇന്ദുലേഖ, ശാരദ. ഇന്ത്യയുടെ കരച്ചിൽ, എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, വള്ളത്തോൾ നാരായണ മേനോൻ. PSC വളരെയധികം ആവർത്തിക്കുന്ന പുസ്തകങ്ങളാണ് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്ന. ഇന്ത്യയുടെ കരച്ചിൽ, എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി. എൻ്റെ ഗുരുനാഥനും ബാപ്പുജിയും വള്ളത്തോൾ നാരായണ മേനോൻ നമ്മളുടെ ഗാന്ധിജി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. ഈ 3 പുസ്തകങ്ങളും നിരന്തരമായി ആവർത്തിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ കരച്ചിൽ കേട്ടു വള്ളത്തോളിൻ്റെ ഗുരുനാഥൻ ബാപ്പുജി. അതാണ് നമ്മുടെ കോഡ്. ഇന്ത്യയുടെ കരച്ചിൽ കേട്ടു വള്ളത്തോളിൻ്റെ ഗുരുനാഥൻ ബാപ്പുജി. ഓക്കെ. മഞ്ജുതരം ആരുടെ ജീവചരിത്രമാണ്? ഹൈദരാലി. ഹൈദരാലി എന്ന് പറയുന്നത് കേരളത്തിലെ കഥകളിപ്പാട്ട് വിദഗ്ധനായിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു മുസ്ലിമായ അദ്ദേഹം കേരളത്തിലെ കഥകളിപ്പാട്ട് രംഗത്ത് അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് മഞ്ജുതരം. ഓർത്തിരിക്കാൻ ഒരു കുഞ്ഞു കോഡ് പറയാം: ഹൈദർ മഞ്ജു അലി. ഹൈദർ മഞ്ജു അലി. ഇതാണ് നമ്മുടെ കോഡ്. ഹൈദർ മഞ്ജു അലി. ഹൈദർ മഞ്ജു അലി. ഹൈദർ അലിയുടെ ജീവചരിത്രമാണ് മഞ്ജുതരം. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത്
കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം, ജോസഫ് മുണ്ടശ്ശേരി അഥവാ മുണ്ടശ്ശേരി മാഷ്. അപ്പോൾ നമ്മളിത് പഠിക്കാൻ വേണ്ടി ഒരു കോഡ് വെക്കുന്നു. വിദ്യ കൊഴിഞ്ഞ ഇലയിൽ എരിശ്ശേരി വിളമ്പി. കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നതാണ് ജോസഫ് മുണ്ടശ്ശേരി മാഷിൻ്റെ ആത്മകഥ. വിദ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നർത്ഥം. കൊഴിഞ്ഞ ഇലകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എരിശ്ശേരി എന്ന് ഉദ്ദേശിക്കുന്നത് മുണ്ടശ്ശേരി എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. വിദ്യ കൊഴിഞ്ഞ ഇലയിൽ എരിശ്ശേരി വിളമ്പി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാഷിൻ്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കോഡ് പഠിച്ചോണം. ആത്മകഥകളെല്ലാം കൂടെ വരുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വിദ്യ കൊഴിഞ്ഞ ഇലയിൽ എരിശ്ശേരി വിളമ്പി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ഞാൻ ആരുടെ ആത്മകഥയാണ്? ഞാനെന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്തനായ NN പിള്ള സാറിൻ്റെ ആത്മകഥയാണ്. നാടകാചാര്യനായിരുന്ന NN പിള്ള സാറിൻ്റെ ആത്മകഥയാണ് ഞാൻ. ഞാൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വാക്കിൻ്റെ ആദ്യവും അവസാനവും NN പിള്ളയുടെ NN ആണ്. NN പിള്ളയുടെ ആദ്യവും NN പിള്ളയ്ക്ക് 2 N ആണുള്ളത്. ആ 2 N ഞാനിൻ്റെ ആദ്യവും അവസാനവും വരുന്നത് കണ്ടോണം. ഞാൻ NJAAN NN പിള്ളை. ജീവിത സമരവും ജീവിതം ഒരു സമരവും 2 പേരുടെ ആത്മകഥകളാണ്. ജീവിത സമരം C കേശവൻ്റെയും ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ്റെയും. ജീവിത സമരം CK, ജീവിതം ഒരു സമരം AC അക്കാമ ചെറിയാൻ. എന്താണ് നമ്മുടെ കോഡ്? സമരം CK, ജീവിതം ഒരു സമരം AC ഫോർ അക്കാമ ചെറിയാൻ. ഫ്രീഡം ഫ്രം ഫിയർ ആങ് സാങ് സൂക്കി. മ്യാൻമാറിലെ രാഷ്ട്രീയ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ആങ് സാങ് സൂക്കിയുടെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഫ്രീഡം ഫ്രം ഫിയർ. അവർക്ക് 1991 നോബൽ പീസ് പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. നൊബേൽ പീസ് പ്രൈസ് ഇൻ 1991 ആങ് സാങ് സൂക്കി. നമ്മൾ കൊടുക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ചോണം. ഫിയർലെസ് സൂക്കി. ബുക്കിൻ്റെ പേരെന്താണ്? ഫ്രീഡം ഫ്രം ഫിയർ. ഫ്രീഡം ഫ്രം ഫിയർ ആകുമ്പോൾ എന്താവും? ഫിയർലെസ് ആവും അല്ലേ? ഫ്രീഡം ഫ്രം ഫിയർ ആകുമ്പോൾ ഫിയർലെസ് ആവും. ഫിയർലെസ് സൂക്കി എന്ന് പഠിക്കുക. അവരുടെ ബുക്കാണ് ഫ്രീഡം ഫ്രം ഫിയർ. ഓൺ ലിബർട്ടി JS മിൽ. ഓൺ ലിബർട്ടി ഇതുപോലെ തന്നെ ഒരു വിശ്വപ്രസിദ്ധമായൊരു ബുക്കാണ്. ലിബർട്ടിയെ സംബന്ധിച്ച്, സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് 1859 ഇംഗ്ലീഷ് ഫിലോസഫറായ ജോൺ സ്റ്റുവർട്ട് മിൽ അഥവാ JS മിൽ എഴുതിയ വിശ്വപ്രസിദ്ധമായ സ്വാതന്ത്ര്യം എന്ന മഹത്തായ ദർശനത്തെ സംബന്ധിച്ചുള്ള പുസ്തകമാണ് ഓൺ ലിബർട്ടി. അതൊരു വേൾഡ് ഫേമസ് ബുക്കാണ്. അത് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഓൺ ലിബർട്ടി JS മിൽ അഥവാ ജോൺ സ്റ്റുവർട്ട് മിൽ. നമ്മൾ പഠിക്കുന്ന കോഡ് ഇതാണ്. മില്ലിൻ്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന് ഒരുപാട് എന്തുണ്ട്? വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. എല്ലാത്തിനെയും മാറ്റി നിർത്തി മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ സ്വാതന്ത്ര്യ സങ്കല്പത്തെ പ്രതിപാദിക്കുന്ന ബുക്കാണ് മില്ലിൻ്റെ സ്വാതന്ത്ര്യം. മറക്കണ്ട, മില്ലിൻ്റെ സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2018 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും നമ്മളിവിടെ ഈ ക്ലാസ്സോട് കൂടി കവർ ചെയ്യുകയാണ്. ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.